അങ്ങനെ നമ്മൾ അടുത്ത ലോഡ് കയറ്റി നമ്മൾ ബോംബെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടെയ്നറായിരിക്കണം കേട്ടോ, നമുക്ക് ഒന്നിൻ്റെ കണ്ടെയ്നർ. ഇപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട് നമ്മുടെ അളകേശണ്ണൻ്റെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അളകേശണ്ണനെ കാണാൻ വേണ്ടി നമ്മളിവിടെ നിൽക്കുവാണ്. അളകേശണ്ണൻ്റെ വണ്ടിയാണ് അങ്ങേറ്റത്ത് വരുന്നത് കേട്ടോ. நம்ம சிங்கம் வந்துட்டாங்க. நம்ம சிங்கம் வந்துட்டாங்க. நம்ம சடை மாதிரிதான். சடை மாதிரியாண்ணா. நம்ம அண்ணன் வந்துட்டாங்க. நம்ம വാറാങ്കൽ സിംഗം. നമ്മുടെ വാറാങ്കൽ നമ്മുടെ സിംഗം അണ്ണനാട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുപിട്ടതാണ്. ഇപ്പൊ ഒത്തിരി നാളായില്ലണ്ണ. ഒരു വർഷം മേലെ ആയല്ലേ? ശരി, ഒരു വർഷം മേലെ പോയി നമ്മൾ കണ്ടുപിടിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തേക്കാണ്. അവര് ഹിന്ദിക്കാരനത്. അതെ. നമ്മൾ അടുത്ത ലോഡ് കയറ്റി ബോംബെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ബോംബെയിലാണ്. നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ സർവീസ് ചെയ്തിട്ടില്ല ഇത്ര നാളായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പാർക്കിങ്ങിൽ വിട്ടേക്കുവാണ്. ഫുള്ള് ചെളിയാണ് കേട്ടോ. കണ്ടോ, നമുക്ക് ഗ്രീസൊക്കെ വെക്കാറായിട്ടുണ്ട്. നമുക്ക് വാട്ടർ സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഗ്രീസൊക്കെ തേക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ശകലം വർക്ക് ചെയ്യാനുണ്ട്. കാരണം ഈ നമ്മുടെ ഈ ഹോസ് ഉണ്ട്, എയർ ഹോസ്, പിന്നെ നമ്മുടെ ABSലേക്ക് പോകുന്ന കരണ്ട്, അങ്ങനെയുള്ള സംഭവം എല്ലാം ഈ തുടിഞ്ഞ് നമ്മൾ ഗിയർ ബോക്സിൻ്റെ മേളിലും പിന്നെ ഈ ഗ്രൗണ്ടിൻ്റെ ഇവിടെയൊക്കെ പോയി അടിക്കുകയുണ്ടോ. ഇവിടെ നമുക്കൊരു ചെറിയ പീസ് വെച്ച് ഇവിടെ ഒന്ന് അടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അമ്മമാർ അതിനുള്ള സാധനം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫുള്ള് നമുക്ക് വാട്ടർ സർവീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ട്. നമ്മൾ ബാൾട്രി എല്ലാം അഴിച്ച് ഇവിടെ എല്ലാം കഴുകണം. ഇവിടെ എല്ലാം ഫുള്ള് ഇതുണ്ടോ, ബാൾട്രിയൊക്കെ ലീക്കാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ വൃത്തിയാക്കും കേട്ടോ. ഫുള്ള് വാട്ടർ സർവീസ് ചെയ്യണം. നമ്മുടെ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി നല്ല ഫുള്ളായിട്ട് കഴുകി നല്ല സെറ്റപ്പായിട്ട് കഴുകുക കേട്ടോ. ഫുൾ വാഷ് ചെയ്യണം കേട്ടോ. ഈ ബായിയാണ് കേട്ടോ നമ്മുടെ വണ്ടി കഴുകുന്നത് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ വണ്ടി വേറൊരു ഡ്രൈവറാണ് ഓടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചെറുതായിട്ടൊന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഒരു എന്താ പറയുക, ഒരു സ്ഥലത്ത് ലോഡ് ഇറക്കാൻ പോയപ്പം
ലെഫ്റ്റ് സൈഡ് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്നായിരുന്നേ. അപ്പോൾ അതൊന്ന് വലിച്ച് നൂർത്ത് വെൽഡ് അടിച്ചേക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കിയിട്ട് പുറകോട്ട് വലിച്ചു കേട്ടോ. വലിച്ചിട്ട് ഫ്രണ്ടൊന്ന് സ്റ്റഡിയാക്കിയത് കേട്ടോ. ഒരു മരത്തിൻ്റെ കുറ്റിയെ പിടിച്ചിട്ട് റിവേഴ്സ് എടുത്തപ്പം പിടിച്ചതാണ് നമ്മുടെ അന്നേരം ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ. സൈഡ് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഏകദേശം വാഷിങ് തീരാറായ കണ്ടീഷനാണ്. ക്യാബിനൊന്നും കഴിയിട്ടില്ലല്ലോ, ക്യാബിനൊക്കെ ഇനി കഴുകാൻ കിടക്കുവാണ്. അപ്പം നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇവിടെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മുടെ ഈ ഓസെല്ലാം അവിടെ താഴോട്ട് പോവുക, എയർ പൈപ്പെല്ലാം. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യണം ഇവിടെ. भाई आपका नाम बोलो भैया। आदित्य यादव। आदित्य यादव, हाँ। आपका यूट्यूब चैनल है आपके पास? तुम भी यूट्यूबर हो क्या? हाँ, अभी यूट्यूब पे डालते हो? हाँ, ओके। हाँ, यूट्यूब ചാനലൊക്കെ ഉണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ആളാന്നാ പറയുന്നത്. आपका यूट्यूब चैनल नाम क्या है? पार्ट टाइम जिंदगी। पार्ट टाइम जिंदगी കേട്ടോ അവൻ്റെ ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ കഴുകുന്ന സ്ഥിരം സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഉണ്ടോ, നമ്മുടെ പാർക്കിംഗ് ആണ്. ബോംബെയിൽ നമ്മൾ പാർക്ക് ചെയ്യുന്ന നമ്മുടെ പാർക്കിങ്ങിലോട്ടോ. അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടി ഉണ്ട് അവിടെ കിടപ്പുണ്ട്. एक मिनट, फुल स्प्रे करो. ഈ വായിയുടെ വണ്ടി പണി കഴിഞ്ഞ് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഈ വായിക്ക് എന്തോ ഇവിടെയൊക്കെ വെൽഡ് അടിക്കാനുണ്ടായിരുന്നു, വെൽഡിങ്. പിന്നെ അതുപോലെ ടയറൊക്കെ അഴിച്ചിട്ടൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞ് അവൻ്റെ വണ്ടി ഇറക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പം മുണ്ടി എന്ന് വെച്ചാൽ ഫ്രണ്ടാന്നാണ് കേട്ടോ. ഫ്രണ്ട് കഴുകാനുണ്ട്. അപ്പോൾ അത് കഴുകാനായിട്ട് കൂടെ നിർത്തിയേക്കാം കേട്ടോ. ഈ ബായിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പോട്ടെ ഭയ്യ, റിവേഴ്സ് ജാവോ ഭയ്യ. ഇവനിവിടെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന കേട്ടോ. അപ്പോൾ തകർത്ത് വാഷ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വണ്ടി കേട്ടോ. ഫുൾ വാഷിങ്. ഇതാണ് രാജീവ് ഭായി ആണ് കേട്ടോ. രാജീവ് ഭായിയെ നമ്മുടെ ഇവിടുത്തെ രാജീവ് ഭായി ആണ്. ഇവിടെ നമ്മുടെ വണ്ടിയൊക്കെ നോക്കി നടത്തുന്ന നമ്മുടെ പാർക്കിങ്ങിൻ്റെ, പിന്നെ അവിടെ നമ്മുടെ ബോംബെയിലൊക്കെ ഉള്ളൊരു ചെറിയ മാനേജരാണ് കേട്ടോ രാജീവ് ഭായി. രാജീവ്ഭായി നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് കേട്ടോ. നല്ലൊരു അച്ചാത്മിയാണ്. വണ്ടിയൊക്കെ നിന്ന് കഴുകി സെറ്റപ്പ് ചെയ്ത് തരുന്നുണ്ടോ. മാനേജർ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ മാനേജർ പോലെയുള്ള ഒരാളാണ് കേട്ടോ. ഇവിടുത്തെ ബോംബെയിലെ നമ്മുടെ വണ്ടികളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവന്ന് ഡീൽ ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരൻ കേട്ടോ. നമ്മുടെ പാർക്കിങ്, പിന്നെ അതുപോലെ
വണ്ടികളൊക്കെ കിടക്കുന്ന പാർക്കിങ്ങിൻ്റെ ഒക്കെ ഫുള്ള് മാനേജ്മെൻറ്റ് പുള്ളിയാണ്. പറഞ്ഞു കൊടുത്ത് അടുപ്പിക്കും കേട്ടോ പയ്യനെ കൊണ്ട്. അവൻ അവിടെ ഇവിടെയൊക്കെ ചാലി അടിക്കാതിട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഫുള്ള് ഇങ്ങനെ ഒരു സെറ്റപ്പാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളെ. കാരണം നമ്മൾ നാമക്കന് വേണ്ടിയിലൊക്കെ കമ്പനി ചെയ്ത് വിടുന്ന, പക്ഷെ നമ്മളിവിടെ ചെയ്തിട്ടില്ല. ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് വിടും കേട്ടോ. കാരണം ഇതിങ്ങനെ തുടിഞ്ഞ് താഴോട്ട് പോയിട്ടെ ഭയങ്കര കൊതുക് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് ഇതാണ് നമ്മുടെ കണ്ടീഷൻ കേട്ടോ ഇപ്പം നിലവിൽ. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫൈനലി അവസ്ഥ ഇതാണ് കേട്ടോ. എങ്ങനെയാണ് അത് നമ്മൾ സെറ്റ് ചെയ്തതിന് 1300 രൂപ കേട്ടോ. 1300. പിന്നെ നമ്മളിവിടെ ഫ്രണ്ട് വലിച്ചു കെട്ടിയതെല്ലാം കൂടെ കൂട്ടി അതിനൊരു 1000 രൂപയായി. വാട്ടർ സർവീസ് ഒരു 1000, പിന്നെ 3000 രൂപ അടുത്തായി കേട്ടോ സംഭവം എല്ലാം കൂടെ. സ്ട്രൈക്കാന്നൊക്കെ പറയുന്നുണ്ട് ബോംബെയിൽ. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ലോഡിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ലോഡിൻ്റെ കാര്യങ്ങളൊന്നും തീരുമാനമാകാതെ ഇവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ കേട്ടോ.